രാമകഥാ ഗാനലയം എന്ന ഗാനം ദേവതീർ പാടിക്കഴിഞ്ഞപ്പോൾ ഫ്ലോറിൽ നിന്ന് ആർജിത ഓടി വന്ന് ദേവതീർത്തിനെ ആലിംഗനം ചെയ്യുന്നു. ഏവരെയും കണ്ണീരിലാഴ്ത്തിയ നിമിഷമായിരുന്നു അത്. ഒരു വർഷം നീണ്ടുനിന്ന സൗഹൃദത്തിനൊടുവിൽ എല്ലാവരും ടോപ്പ് സിംഗർ വേദിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അത് ആ കുരുന്നുകളെ സംബന്ധിച്ച് സഹിക്കാവുന്നതിനപ്പുറമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ്. കാരണം അതിന് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ബന്ധമുണ്ടല്ലോ, ആത്മബന്ധം എന്ന് പറയുന്നത്, അത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് കളയാനും പറ്റൂല. ഇവരുടെ സൗഹൃദമൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ കൊണ്ടുപോകാൻ. ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ അതിഥികളായി എത്തിയ ദിലീപും ഹരിശ്രീ അശോകനും ജഡ്ജസും ഉൾപ്പെടെ എല്ലാവരും കുരുന്നുകൾക്ക് മുമ്പിൽ കരഞ്ഞുപോയി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വിജയകിരീടം ചൂടിയത് ബോംബെയിൽ നിന്നെത്തിയ ശിവശങ്കറിന് ലഭിച്ചത് ഭീമ ഗോൾഡ് നൽകുന്ന 10 പവൻ സ്വർണവും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പ്രോത്സാഹന സമ്മാനമായി നൽകുന്ന 1 ലക്ഷം രൂപയുമാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ പ്രേക്ഷകരുടെ ഏവരുടെയും പ്രിയങ്കരനായ കോഴിക്കോട് സ്വദേശിയായ ദേവദർശന് സിന്ദൂരമഴ പെയ്തിരിക്കുന്ന പാട്ടിന് വരികൾ മറന്നുപോയാൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിനാൽ പ്രോത്സാഹന സമ്മാനമാണ് ദേവദർശന് ലഭിച്ചത്. ഫിനാലെ വേദിയിലെത്തി ദേവദർശ് തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ജൂറിയെയും കാണികളെയും കണ്ണീരിലാഴ്ത്തി. കൊല്ലം സ്വദേശിയായ ദേവതീർത്തിന് ചന്ദനമണി സന്ധ്യകളുടെ എന്ന ഗാനം പാടുമ്പോൾ തൊണ്ടവേദന മൂലം പാടാനാവാതെ വിഷമിക്കുന്നത് കാണികളെ എല്ലാവരെയും വിഷമത്തിലാക്കി. പാടാനാവാതെ വിഷമിച്ചെന്ന ദേവതീർത്ത് കാണികളുടെയും വിധികർത്താക്കളുടെ നിർദ്ദേശപ്രകാരം പാട്ടുപാടി 5ാം സ്ഥാനം കരസ്ഥമാക്കി. ദേവതീർത്തിന് ലഭിച്ചത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പ്രോത്സാഹന സമ്മാനമായ 1 ലക്ഷം രൂപയാണ്.